ഇത് വാപ്പാക്ക്. ഇത് ഉമ്മാക്ക്. ഇനി ഇക്കാക്ക്. ഇത് ഇക്കാക്ക്. എനിക്ക് കുറച്ച് മതി. ഓക്കെ. വാപ്പാക്ക്, ഉമ്മാക്ക്, ഇക്കാക്ക്, എനിക്ക് മതി. അല്ല, ഇനിയിപ്പോ ഉച്ച സമയത്ത് ആരെങ്കിലും വന്നാലോ? ചോറ് തന്നില്ലെങ്കിൽ അമ്മ എന്താ വിചാരിക്കുക? കുറച്ചും കൂടെ കൂടുതൽ ഇടാം. ഒരു പിടിയും കൂടി ഇടാം. മതിയാവും. തികയും. സെറ്റ്. എന്നാ പാല്. മരുമകൾ എവിടെയെന്നും? അവള് അടുക്കളയിലും ചോറിനുള്ള അരി ഇടുക. ആഹാ, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മരുമകൾ അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയല്ലോ. അതിന് അവൾക്ക് എല്ലാം അറിയാന്നു. നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. അതിന് അവളുടെ ഉമ്മ എല്ലാം പഠിപ്പിച്ചെടുത്തിട്ടാ വിട്ടാക്കിയേക്കണത്. നിങ്ങളുടെ ഭാഗ്യം. പാലിന്റെ പൈസ ഞാൻ വൈകുന്നേരം തരാട്ടാ. ഓ ഓ ശരി, എന്നാ ഞാൻ പോട്ടെ. ഓ, മഴ വരുന്നുണ്ട്. ശരി എന്നാ. ഇത് ഉമ്മാക്ക്. ഇതെന്താ പോലെ? ഇത് വാപ്പാക്ക്. ഇനി വെള്ളം ഒഴിക്കാം. ഇതെന്താ അത്? ചോറിന് അരി ഇടുക. അപ്പൊ അരിയൊന്നും കഴുകണില്ലേ നീ? ആ, അരി കഴുകണല്ലേ. കഴുകിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കഴുക. ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴുകാം അല്ലേ? വെള്ളം ഒഴിക്കണ്ട. നീ ഇങ്ങോട്ട് മാറും, ഞാൻ ചെയ്യാം. ഇങ്ങോട്ട് മാറും. ഇതെന്താ അത്? 4 പേർക്കുള്ള അരി ഇടാൻ പറഞ്ഞപ്പോ 40 പേർക്കുള്ള അരി ഇട്ടുണ്ട്. ചോറും കറി നിറച്ചു അരിയാണ്. അത് ഞാനേ ഒരു പിടി അരി കൂടുതൽ ഇട്ടിട്ടുണ്ട് മാം. കല്യാണം കഴിഞ്ഞ വീടല്ലേ, അപ്പൊ ഉച്ച സമയത്ത് ആരെങ്കിലൊക്കെ വന്നാലോ പറഞ്ഞിട്ടേ നമുക്ക് 4 പേർക്കുള്ള അരി ഞാൻ കറക്റ്റ് ആയിട്ട് അളന്നിട്ട് ഇട്ടത്. അതെനിക്ക് ഈ ചട്ടിക്ക് നോക്കിയപ്പോ മനസ്സിലായി. ഇതാണ് നാഴി. ഇതിനു മുമ്പ് കണ്ടിട്ടേ ഈ സാധനം. ഇതിലാണ് ചോറിനുള്ള അരിയൊക്കെ അളന്നെടുക്കുക. ഇതിലാ? 4 പേർക്ക് സുഖമായി ഉണ്ണാൻ ഇതിൽ 2 നാഴി അരി ഇട്ടാ മതി. അറിയില്ലെങ്കിലേ എന്നോട് ചോദിക്കണം. ഈ പാത്രത്തിൽ എങ്ങനെ അരി ഇളക്കുക? നീ ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ നിൽക്കണ്ട. നീയേ ആ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട് പോ. ശരി, എന്നാ ഞാൻ പോയിട്ടേ അടിച്ചു തുടച്ചിടാം. ഞാനിപ്പോ കണ്ടില്ലെങ്കിൽ ഒരാഴ്ച തിങ്ങാനുള്ള ചോറ് പാള് വെച്ചിണ്ടാവും. ഇതെന്താ? അല്ല, നിന്നോട് ഞാൻ ചുമരടിച്ചു വരാനല്ലേ പറഞ്ഞു? നിലം അടിച്ചു വരാനില്ലേ? ചുമരുത്ത പൊടിയും വാറാമലൊക്കെ കളയാന്ന് വിചാരിച്ചു. എനിക്ക് എപ്പോഴും വീട് നല്ല വൃത്തിയായിരിക്കണം. ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാ. എപ്പോഴും അടിച്ചു വരുമ്പോ ചുമരൊക്കെ അടിച്ചു വരും. അതൊക്കെ നല്ലത് തന്നെ. തൽക്കാലം നീ ഇപ്പൊ നിലം അടിച്ചു വാരി. ചുമരിനിപ്പോ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഞാൻ തട്ടിയതാ. വെറുതെ ഇല്ലാത്തത് പിന്നെ തട്ടി സമയം കളയണ്ടല്ലോ. നീ നിലം അടിച്ചു വാരി. ഒരു പൊടിക്ക് കീർക്കുണ്ട് തോന്നുന്നു. ചെയ്യ്. അതൊട്ടാണ് കുറച്ചോനെ. ഇതെന്തത്? വീട്ടിനുള്ളൊക്കെ വെള്ളം. താന്ന് കുടുംബശ്രീ പോയിട്ട് വരുമ്പോ ഇതിന്റെ ഉള്ളൊക്കെ വെള്ളം കയറിയോ പടച്ചോനെ? വെള്ളപ്പൊക്കമായോ? അയ്യോ. അല്ലമ്മ, ഞാനിവിടെയൊക്കെ തുടക്കിയ. നീ ഇവിടെ തുടക്കിയതാ തുഴയേ? ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ വീടിന്റെ ഉള്ളില്. അത് വെള്ളമൊക്കെ നന്നായി ഒഴിച്ച് തുടച്ചാലല്ലേ നിലത്ത് ചളിയൊക്കെ പോവുള്ളൂ.
ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തുടക്കുക. ആ നല്ല കാര്യം. എന്റെ കുട്ടി ഒരു കാര്യം ചെയ്യ്, ആ തുടക്കണ പോലെ ഉമ്മാക്ക് വന്നിട്ടേ കുറച്ചു നേരം പോയി ഉറങ്ങിക്കോ. അയ്യോ വേണ്ട ഞാൻ തന്നെ തുടച്ചോളാം. വേണമെങ്കിൽ ഉമ്മ പോയി കുറച്ചേരം കിടന്നോ. എന്നാ പിന്നെ നല്ല കോലും ഇരിക്കും. ഞാൻ എണിക്കുമ്പത്തിന് വീടിനെയൊക്കെ തിരിച്ചു വെക്കുള്ളൂ. വേണ്ട, നീ തന്നെ പോയി കിടന്നോ. എനിക്ക് പകല് കിടന്നാലേ ഉറക്കാൻ വരില്ല. പൊക്കോ പൊക്കോ പോയി കിടന്നോ. എന്താ അത്, ഒരു ടാങ്ക് വെള്ളം മൊത്തം അവൾ ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചു തോന്നുന്നു. ഓ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്കൊരു കൈ സഹായാവുന്ന വിചാരിച്ച്. ഇപ്പൊ എനിക്ക് ഇരട്ടി പണിയാണല്ലോ ഉറപ്പെ. ഇതൊക്കെ കളയണം, കളയണം. ഉമ്മ നീ കടന്നില്ലേ? ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് പണികളൊക്കെ ചെയ്യുമ്പോ ഞാൻ എങ്ങനെയാ അവിടെ കിടക്കുക? ഞാൻ ഉമ്മനെ സഹായിക്കാം. അടുക്കളയിൽ നിർത്തിയാൽ ശരിയാവില്ല, പുറത്തെന്തെങ്കിലും പണി കൊടുക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഉമ്മാന്റെ റൂമിലെ കട്ടിലിന് മേലെ കുറച്ച് തുണികളുണ്ട് തിരുമ്പാന്, ഞാൻ ഒന്ന് തിരുമ്പിയിട്. ശരി. തുണിയത്തെ കറിയും ചാളിയും ഒന്നും പോയിട്ടില്ല, മണവും പോയിട്ടില്ല. ഒരു പണി അറിയില്ല, അടുക്കള പണി അറിയില്ല, പുറം പണി അറിയില്ല. എന്നിട്ട് വലിയ വീമ്പളക്കണാണ്. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒരു തേങ്ങാക്കോലി അറിയില്ല. കടം തുലയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. അയ്യോ എൻ്റെ ഉമ്മന്റെ സാരി കയറി. പടച്ചോനെ മൊത്തം കയറി വെച്ചിരിക്കണം ഇവിടെ. ഞാൻ എൻ്റെ ഉമ്മന്റെ സാരി. സജിന, സജിന, എന്തമ്മ? എന്താടിത്, നീ എന്താ കാട്ടി വെച്ചാക്കണ്? അയ്യോ ഞാനത് പറയാൻ മറന്നു. ഞാൻ ഈ തുണിയെ ഇങ്ങനെ തല്ലി തല്ലി തിരുമ്പുമായിരുന്നു. അപ്പൊ ആ കല്ലിന്റെ വക്കില്ലമ്മ, അതിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചു, അങ്ങനെ കീറിയതാ. സോറിമ്മ. അവിടെ കൂറിമ്മ, നിനക്കറിയൂടി ഇതെന്റെ ഉമ്മാന്റെ സാരിയാ. എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് അവസാനായിട്ടിട്ട സാരി. അപ്പൊ പഴയ സാരിയല്ലേ, അപ്പൊ കൊഴപ്പില്ല. അതിന് കീറി മുറിച്ച് അടുക്കളയ്ക്ക് വല്ല ചട്ടി പിടിക്കാനോ എന്തിനെങ്കിലും എടുക്കമ്മ. ഡിഡി നിന്നിണ്ടല്ലോ, ഞാനിത് പൊന്നു പോലെ നോക്കണ സാരിയായിരുന്നു, അതിനിപ്പോ നീ ഈ കോലമൊക്കെ കാട്ടി വെച്ചാക്കണത്. നിന്നൊക്കെ ഞാൻ എന്താടി അടുക്കളയിൽ നിന്ന് ഒരു കരിഞ്ഞു മണം? നീ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇതാ വരുമ്മ. എൻ്റെ ഉമ്മാന്റെ സാരി. എന്താ അത് ഉമ്മ വെള്ളത്തിൽ കഴുകാനിട്ട് വെച്ച മീനില്ലേ, അത് ഞാൻ വറക്ക അടുപ്പിൽ വെച്ചതാ. ഏത്, ആ ഉണക്ക മീനോ? അത് നീ എടുത്ത് വറുത്തോ? ഉമ്മ പഠിക്കൊന്നും വേണ്ട. ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ പാകത്തിന് ഇട്ടാക്കണത്. കുറച്ച് കരിഞ്ഞെന്നുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണക്കമീനിൽ ഉപ്പിട്ട് വറുത്താ? കൂടിയിട്ടൊന്നുമില്ലമ്മ, ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അയ്യോ എന്റെ പടച്ചോനേടി പൊട്ടിക്കാളി, ആരെങ്കിലും ഉണക്കമീനിൽ ഉപ്പിട്ട് വറക്കോടി? ഇടില്ലേ, ഉണക്കമീനാണെങ്കിൽ എന്താ, അതും മീനല്ലേ. നമ്മളെല്ലാം മീൻ വറക്കുമ്പോഴും അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇടില്ലേ. എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാ. അതിനിപ്പം ഉണക്കമീന് ഉണങ്ങാത്ത മീന് അങ്ങനെയൊന്നുമില്ല. അയ്യോ നമിച്ചു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല. അയ്യോ എന്താ കുഴപ്പം? ഉണക്കമീനിൽ ഉപ്പിടില്ലേ? ചോറും കൂട്ടാനൊക്കെ ആയൊന്നു? ചോറായി, കൂട്ടാനായിട്ടില്ലടി. തേങ്ങ അരയ്ക്കാൻ നിൽക്കുമ്പോ കരണ്ടും പോയി. ഇനിയിപ്പൊ അതൊന്നും അരച്ച് കൂട്ടാൻ വെക്കട്ടെ വേണ്ട. കറണ്ട് വന്നല്ലോ, ഉമ്മാനെ സഹായിക്കാം, തേങ്ങ അരച്ച് വെക്കാം. തേങ്ങ ഇവിടെ, തേങ്ങ കിട്ടി. ഇനിയിപ്പോ ഇതെങ്ങനെ അരയ്ക്കുക? ഇതിങ്ങനെ ഇട്ടിട്ടല്ലേ അരയ്ക്കുക?
ഉം. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാണ്ട് എങ്ങനെ അരക്കിയ? ഇനി അരക്കാലേ? ഇങ്ങനെ അരച്ച ഇത് കേട് വരൂ? ഇങ്ങനെയല്ലല്ലോ. ഇത് മുറിക്കണം. കത്തി എവിടെ? കത്തി കിട്ടി. ഇത് മുറിക്കാം. ഈ ഉമ്മ എങ്ങനെയാണ് വരയ്ക്കുന്നത്? തേങ്ങ മുറിക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ഇരിക്കും. തന്നെ ആയിരിക്കും. കറണ്ട് വന്നിട്ട് തേങ്ങ അരക്കട്ടെ. എന്താ കാട്ടണ? അടയണില്ലല്ലോ. അമർത്തി പിടിക്കാം. എന്റെ ഉമ്മ വാങ്ങി തന്ന മിക്സി 10 വർഷമായി ഞാനത് ഉപയോഗിക്കുന്നു. നിന്റെ ഈ ഒരൊറ്റ തേങ്ങ അരപ്പിന് എന്റെ മിക്സി ഇപ്പൊ തൊലഞ്ഞു പോയെന്നെ. നീ മര്യാദക്ക് ഇറങ്ങിക്ക എന്റെ അടുക്കളയിന്ന്. ഒരു തേങ്ങ കൊല അറിയില്ല അവൾക്ക്. ഞാന് ഉമ്മാനെ സഹായിക്കാൻ തേങ്ങ അരക്കാൻ. ഞാൻ എന്റെ വീട്ടിലും ഇങ്ങനെ തന്നെ തേങ്ങ അരക്കുക അല്ലേ? എനിക്കറിയാം എന്റെ ഉമ്മാന്റെ ഒരു തേങ്ങ അരക്കല്. എന്നിട്ട് നിങ്ങൾ ആ ചിരട്ടയോടെ അങ്ങോട്ട് മുഴുങ്ങൂടി. നീ ഇങ്ങോട്ട് വാ. വാ വാ വാ. ഇങ്ങോട്ട് വാ. പോക്കോ, പോയിരുന്നോ. എന്തിന്? നീ പോയിരുന്നോ? അവിടെ കടക്ക്. കടക്ക്. നീയേ ഇവിടെ തന്നെ കടന്നാ മതി. നീ ഞാൻ പറയാണ്ട് ഇവിടെ നിൽക്കരുത്. നീ ഈ വീട്ടിലത്തെ ഒരു പണിയും ചെയ്യണ്ട. എല്ലാം ഞാൻ ചെയ്തോണ്ട്. എനിക്കേ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. വേണമെങ്കിൽ നിന്റെ പണി അടക്കം ഞാൻ ചെയ്തു തരാം. ഞാനേ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് നിന്നെ വന്ന് വിളിക്കാം. അപ്പൊ നീ ഇവിടെ നിൽച്ചാൽ മതി. എനിക്ക് നീ പണി ചെയ്തില്ല വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷമുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നടന്നോട്ടാ. വേണമെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ വന്നിട്ട് വിളിക്കാം. ഉമ്മ സെറ്റ്. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. പണികളൊന്നും അറിയാത്ത പോലെ ഞാൻ അഭിനയിച്ചു. അതങ്ങോട്ട് ഒത്തു. അവസാനം മനസ്സ് കൂട്ടിയിട്ട് അവരെ എന്നെ പിടിപ്പിച്ചുകൊണ്ട് കടത്തി. നീ ഇവിടുത്തെ ഒരു പണിയും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്യാന്ന് അവര് പറഞ്ഞത്. ഇനി എനിക്ക് ഇവിടുത്തെ ഒരു പണിയും ചെയ്യണ്ട. അവരാണെങ്കിൽ ഒന്നും പറയൂല. വീട്ടിലത്തെ പണികൾ ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാ ഞാനിന്ന്. അവരറിയാനും പോടില്ല. സുഖം. ശരി ശരി, ഞാൻ വിളിക്കാം. എന്റെ പ്ലാൻ സക്സസ്. ഇനി എനിക്ക് സുഖമായിട്ട് കിടക്കാം. എത്ര നേരം വേണമെങ്കിലും ഫോണിൽ നോക്കാം. ഇനി അമ്മാമ്മ പോലും ഉണ്ടാവില്ല. ഒന്ന് ഉറങ്ങാം.